welcome to my channel. This rational numbers rational numbers. Okay, about natural numbers or counting numbers like 1 2 3 4 etc. called natural numbers. Whole numbers zero whole numbers are that already you know. Integers integers are positive numbers, the negative numbers zero. Set of integers. Okay, അടുത്തത് നമ്മൾ പഠിച്ചതാണ് fractions നമുക്കറിയാം. നമുക്ക് അറിയാവുന്ന numbers ഒക്കെ നമ്മൾ എഴുതുന്നത് കേട്ടോ, fractions. Okay, fractions എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ see numerator by denominator ഫോമിൽ വരും. Numerator by denominator. Okay. Fractions അതായത് 2 by 3, 4 by 5, 1 by 9, 15 by 7, etc. അല്ലേ? ഇപ്പോൾ ഫ്രാക്ഷണൽ നമ്പേഴ്സിൽ ഈ ഫ്രാക്ഷൻസിൻ്റെ ഡെഫിനിഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ കേട്ടടേ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷനായിട്ട് പഠിപ്പിക്കാറില്ലെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻസിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം പി ബൈ ക്യൂ A by B എന്നോ നമുക്ക് ഏതാണെന്നും കൊടുക്കാം, സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കാം കേട്ടോ. നമ്പേഴ്സ് ഓഫ് ദ ഫോം P by Q where P and Q are ഇവിടെ വരുന്നത് ഏതാ വരുന്നത് ഹോൾ നമ്പേഴ്സ്. P and Q ഹോൾ നമ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഹോൾ നമ്പേഴ്സ് that is P and Q are whole numbers. ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ഡിനോമിനേറ്റർ 0 ആകാൻ പറ്റുമോ? പറ്റത്തില്ല. Q not equal to 0. അപ്പോൾ ഇതാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ. ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പേഴ്സ് ഓഫ് ദ ഫോം പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ. നമ്മൾ ഫ്രാക്ഷൻസിൽ എവിടെയെങ്കിലും നെഗറ്റീവ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ റാഷണൽ നമ്പേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് ഈ ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ നന്നായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വേണം. ഓക്കെ, പി ബൈ ക്യൂ ഫോം ആണ്, പിയും ക്യൂവും ഹോൾ നമ്പേഴ്സ് ആണ്. ഇവിടെ താഴെ 0 വരാൻ പറ്റും, പക്ഷെ മേളിൽ 0 വരാൻ പറ്റും. ഓക്കെ, 0/5 കൊടുക്കാമല്ലോ. ഓക്കെ, 0/5. ഡിനോമിനേറ്റർ 0 വന്നാൽ നമുക്ക് ഡിനോമിനേറ്റർ 0 വന്നാൽ ഡിവിഷൻ ബൈ 0 is not possible. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ അറിയാം. ഓക്കെ, ഫ്രാക്ഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് ഞാൻ കുറേ എക്സാമ്പിൾ എഴുതുകയാണ്. സി 1/2, 2/3, 4/5, 10/15, 50/9 etc. നമുക്ക് പി ബൈ ക്യൂ ഫോമിലെ ഏത് നമ്പേഴ്സ് ആണെങ്കിലും എഴുതാം. ഓക്കെ, ഫ്രാക്ഷൻസ്. ഇനി നമ്മൾ ഫ്രാക്ഷൻ നമ്പർ ലൈനിൽ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ഫ്രാക്ഷൻസ് ഓൺ നമ്പർ ലൈൻ, ഹൗ ടു റെപ്രസെന്റ് ഫ്രാക്ഷൻസ് ഓൺ നമ്പർ ലൈൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു നമ്പർ ലൈനില് അപ്പോൾ ഫ്രാക്ഷൻസ് ഓൺ നമ്പർ ലൈൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഇവിടുന്ന് എടുക്കുന്നത് ഞാൻ ബിക്കോസ് പോസിറ്റീവ് മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ ഞാൻ എന്തായാലും ഇവിടെ മിഡിൽ നിന്നാണ് കൊടുക്കുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക്. ബിക്കോസ് ആൻഡ് 0 ഇനി നമുക്ക് ഒരു 3/4 നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പൊ 3/4 നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോമിനേറ്റർ ഏതാണെന്ന് നോക്കും. 4 ആണ്. അപ്പം ഒരു യൂണിറ്റിന് 4 ഈക്വൽ പാർട്സ് ആക്കും. ഒരു യൂണിറ്റ് അപ്പോൾ നമുക്ക് കുറച്ച് വലുതായിട്ട് എടുക്കാനുണ്ട്. വലുതായിട്ട് എടുക്കാൻ വെച്ചാൽ നിങ്ങൾ സെന്റിമീറ്റർ സ്കെയിലിൽ സെന്റിമീറ്റർ മാർക്ക് ചെയ്യില്ലേ, 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4. ഈ 4 സെന്റിമീറ്റർ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്താൽ മതി. അതാണ് എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ. ഓക്കെ, 4 യൂണിറ്റ് ആയാലും 8 യൂണിറ്റ് ആയാലും ഒക്കെ ഈ ഓരോ സെന്റിമീറ്റർ വെച്ച് എടുത്താൽ നമുക്ക് ഈസിയാണ്. ഓക്കെ, അപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ സി ദിസ് മീൻസ് 3/0/4. നമ്മുടെ ഡിനോമിനേറ്റർ 4 ആയതിൽ 0/4 ഇതെന്ന് പറഞ്ഞാൽ 1/4. ദാറ്റ് മീൻസ് 1 പാർട്ട് among the 4 equal parts. This is 2/4, this is 3/4. ഇനി 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പൊ ഇനി 3/4 മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്യും. അപ്പം ഫ്രാക്ഷൻസ് ഓൺ നമ്പർ ലൈൻ ടീച്ചർ പിന്നെ വീഡിയോ ചെയ്യാൻ കേട്ടേ. ഓക്കെ, ഫ്രാക്ഷൻസ് ഓൺ നമ്പർ ലൈൻ. അപ്പൊ 3/4 നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തേക്കാണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മള് ഇന്റിജേഴ്സ് മാർക്ക് ചെയ്ത് എങ്ങനെയാണ്? ഇവിടെ 0 കൊടുക്കും, ഇവിടെ എല്ലാം +1, +2, +3 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് -1, -2, -3. ഇവിടെ എത്ര എടുക്കുന്നു അത്രയും തന്നെ ഇവിടെയും വരണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞപ്പോൾ 1 സെന്റിമീറ്റർ വെച്ച് എടുത്താൽ വളരെ കറക്റ്റ് ആയിട്ട് കിട്ടും, ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. 0ന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുന്നു, ലെഫ്റ്റ് സൈഡിലോട്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്, റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ഓക്കെ, അപ്പൊ ഈ +1ന്റെ മിറർ നമ്പർ ആണ് ഈ -1 കേട്ടോ. +2ന്റെ മിറർ നമ്പർ ആണ് -2 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അത്ര ഞാൻ വരച്ച ശരിയായില്ല. ഓക്കെ, അത്ര തന്നെ ആയിരിക്കും. അപ്പൊ മിറർ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി നമുക്ക് വേണ്ടുന്നത് ഓക്കെ, ഇപ്പൊ ഒരാള് ഈ 0യിൽ നിന്ന് ഇങ്ങോട്ട് റൈറ്റിലോട്ട് ട്രാവൽ ചെയ്യാൻ ഒരു ½ കിലോമീറ്റർ ആണ് കേട്ടെ. ½ കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ½ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2/4 ആണ്. 2/4 നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. നമുക്ക് ഇപ്പൊ 1/2 മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്പർ ലൈൻ 1/2 മാർക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യും? ഒരു യൂണിറ്റിനെ 2 ഈക്വൽ പാർട്സ് ആക്കിയാൽ മതി. ഈ ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് വലുതായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് 2 സെന്റിമീറ്റർ 1, 2. ഓക്കെ, എല്ലാവരും മിഡിൽ വെച്ച് എടുത്താൽ മതി. മിഡിൽ വെച്ച് എടുത്തിട്ട് ഇത് 0/2, 0/1. ഇത് this is one part among the 2 equal parts, that is 1/2. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 2/2. അപ്പൊ ഒരു യൂണിറ്റിന് 2/2 മീൻസ് 1, ഒരു യൂണിറ്റ്. അപ്പൊ ഒരു യൂണിറ്റിന് 2 ഈക്വൽ പാർട്സ് ആക്കുമ്പോഴേക്കും നമുക്ക് അപ്പൊ ഒരാള് 0യിൽ നിന്നും ഹാഫ് കിലോമീറ്റർ റൈറ്റിലോട്ട് പോകുന്നു. അപ്പൊ ലെഫ്റ്റിലോട്ട് പോകുമ്പോ എന്തോ ചെയ്യും? ലെഫ്റ്റിലോട്ട് പോകുമ്പോ എന്തായാലും ഇതിന്റെ മിറർ നമ്പേഴ്സ് ആണെന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഇവിടെയും ഒരു യൂണിറ്റിന് ഇവിടെ എടുത്ത് അത്ര തന്നെ വരണം കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ മെഷർ ചെയ്ത് തന്നെ എടുത്തോളണം. ഞാനിപ്പോൾ ഏകദേശം വെച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും ഒരു യൂണിറ്റിന് 2 ഈക്വൽ പാർട്സ് ആക്കുമ്പോഴത്തേക്ക് ഇത് 0/2 ആണ്. ഇത് ഇങ്ങോട്ട് വരുന്ന നമ്പർ ഇവിടെ 1 ആണോ? ഇറ്റ് ഈസ് -1 അല്ലേ? 0ന്റെ ലെഫ്റ്റിലോട്ട്. അപ്പൊ ഇവിടെ ഏത് വരും? -1/2. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ നമ്മൾ ഫ്രാക്ഷൻസിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഈ പഠിച്ച നമ്പേഴ്സ് കൂടാതെ സമോ നമ്പേഴ്സ് ആർ ദെയർ. അപ്പൊ ഇതും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്ന സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ P/Q ഫോം ആണ്. അതില് നെഗറ്റീവ് വരാം. അപ്പൊ നമുക്ക് എന്താ പറയാം? P&Q are integers. ഓക്കെ, അതാണ് വ്യത്യാസം. ഫ്രാക്ഷൻസും റാഷണൽ നമ്പേഴ്സും ആയിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പൊ 3/4 -3/4 ആണെങ്കിലും നമുക്ക് എന്താ ചെയ്യാം? ഇത് ലെഫ്റ്റ് സൈഡിൽ -3/4 മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് റാഷണൽ നമ്പറിന്റെ ഡെഫിനിഷൻ പഠിക്കാം. അപ്പൊ ഫ്രാക്ഷണൽ നമ്പേഴ്സിന് 0ന്റെ നമ്പർ ലൈൻ 0ന്റെ ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരും. അപ്പൊ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രാക്ഷനിൽ അവർ ചേർക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് നേരത്തെ കിട്ടിയത് -1/2 ആണല്ലേ, ഹാഫ് കിലോമീറ്റർ. ഈ -1/2 ഇതില് വരത്തില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റാഷണൽ റേഷ്യോ എന്നുള്ള വേർഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. റാഷണൽ നമ്പേഴ്സ് റേഷ്യോ മീൻസ് റേഷ്യോ ഇപ്പൊ 3:2 എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് മീൻസ് 3/2 ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എല്ലാം നമ്മൾ P/Q ഫോമിലാണ് എഴുതുന്നത്. റാഷണൽ നമ്പേഴ്സ്. അപ്പൊ റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. റാഷണൽ നമ്പേഴ്സ് എന്ത് തന്നെയാണ്? നമ്പേഴ്സ് ഓഫ് ദ ഫോം P/Q, where P and Q are fractions. നമ്മൾ പഠിച്ച് P and Q are whole numbers. അവിടെ നെഗറ്റീവ് വരത്തില്ല. ഇവിടെ എന്താ പഠിക്കാൻ നമുക്ക്? where P and Q are integers. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ ഉണ്ടോ? Q not equal to 0. എന്തായാലും ഡിനോമിനേറ്റർ 0 വരാനും പാടില്ല. ഡിനോമിനേറ്റർ 0 വന്നാലോ എന്താകും? ഇപ്പൊ P/Q പറഞ്ഞാൽ ഞാൻ -5 കൊടുക്കുന്നു. -5/0 കൊടുക്കാൻ പറ്റുമോ? ഡിവിഷൻ ബൈ 0 is not possible. ഓക്കെ, അപ്പൊ എപ്പോഴും ഇത് ഓർത്തോളം Q not equal to 0. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്രാക്ഷൻ ആകുമ്പോഴത്തേക്ക് ഫ്രാക്ഷന്റെ ഡെഫിനിഷനില് P and Q are whole numbers ആണ് കേട്ടോ. whole numbers ആണ്. ഇവിടെ integers ആണ്. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ ഇനി റാഷണൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും ഉള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അതിന്റെ ഡെഫിനിഷനൊക്കെ നന്നായിട്ട് അതൊക്കെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. അതേപോലെ പഠിക്കുക. അപ്പൊ ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും
അല്ലെ നമുക്ക് ഹോൾ നമ്പർ പറയാം. ഹോൾ നമ്പേഴ്സും സീറോ ഉണ്ടാവുമല്ലോ. ആർ ഓൾ ദീസ് ഹോൾ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പർ ആണോ ഇവന്മാരെല്ലാം? റാഷണൽ നമ്പർ ആണോ? സീറോ ഇത് തന്നെ എടുക്കാതെ ആദ്യം നാച്ചുറൽ നമ്പേഴ്സിന് എടുക്കാം. ബിക്കോസ് വണ്ണിന് നമുക്ക് 1/1 p/q ഫോം ആയില്ലേ, 2 നമുക്ക് 2/1, 3 നമുക്ക് 3/1 p/q ഫോം ആയി അല്ലേ. p/q ഫോം ആകുമ്പോഴത്തേക്ക്